കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഈ പകൽ മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകലും നമുക്ക് ഒന്നിച്ചു ചേരാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഇന്നത്തെ ഈ കൂട്ടായ്മയും കർത്താവിന് മഹത്വമാകട്ടെ. ദൈവശബ്ദത്തിനായി നമുക്ക് വിധേയപ്പെടാം. അതിനായി നമുക്ക് കൊതിക്കാൻ കർത്താവ് നമ്മളോട് കൂടെ ഒന്ന് പ്രവർത്തിക്കട്ടെ. നമുക്ക് കഷ്ടതയിലും സ്തോത്രം മാത്രം ചെയ്യാനാണ് വചനം നമ്മോട് പറയുന്നത്. ദൈവത്തിന് വേണ്ടത് അതാണ്. അങ്ങനെ കർത്താവ് തന്നെ ഈ സങ്കീർത്തനത്തിൽ ആ വാക്കാണ് നമ്മോട് പറയുന്നത്. കർത്താവിന് ഈ മറ്റ് ചിലത് വേണ്ട. കർത്താവ് പഴയ നിയമത്തിനോട് ബന്ധപ്പെട്ടാണല്ലോ സങ്കീർത്തനമൊക്കെ നിൽക്കുന്നത്. പഴയ നിയമത്തിലെ യാഗങ്ങളൊക്കെ വസ്തുക്കളെ അർപ്പണം ചെയ്താണ്. ആരംഭത്തിലൊക്കെ അതിന് കുറെ കൂടെ ഒരു ആത്മീയതയും ഒരു ജീവനായ അനുഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പതിവ് ചെയ്ത് അത് വെറും ചടങ്ങുകളായി മാറുകയാണ്. ജീവിതത്തിൽ മാനസാന്തരമോ ദൈവോപയോഗം ഇല്ലാതെ കാളയും ആടിനെയും പ്രാവിനെയും നിരന്തരം അവരിങ്ങനെ യാഗമാക്കിക്കൊണ്ടു പോകുമ്പോൾ കർത്താവ് പറയുന്നു, എനിക്കത് വേണ്ട, എനിക്കത് വെറുപ്പാണ്. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു വാക്ക് ഈ 50-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 13-ാം വാക്യമായിരിക്കും. നോക്കിക്കേ, അടുത്തത് കുടിക്കുമോ? അടുത്തത് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും. ഈ വാഗ്ദത്ത വചനം നമുക്ക് എല്ലാവരും ഒന്നും കൂടി ഒന്ന് സ്തോത്രം ചെയ്ത്, ഇത് ദൈവത്തിന്റെ വചനമെന്ന് വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്ത്, നമ്മുടെ കർത്താവ് ഒരു ഉടമ്പടി നമ്മോട് പറയുക. ഒരു പ്രമാണവും ഒരു ഉടമ്പടിയും ഒരു വാഗ്ദത്വം ഒക്കെ ഈ 2 വാക്കിനകത്ത് ദൈവം പറയുക. മുമ്പിലോട്ടുള്ള പുറകിലോട്ടുള്ള വാക്കുകളൊക്കെ വായിക്കുമ്പോൾ എന്റെ കർത്താവ് പറയുക, ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ മൃഗങ്ങൾക്ക് വേണ്ടി വന്നതല്ല, ഞാൻ കുറെ രക്തം കാണാൻ വേണ്ടി വന്നവനല്ല, എനിക്ക് വിശന്നാൽ അഥവാ എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ നിങ്ങളോടൊന്നും പറയാൻ വരില്ല. കാരണം എല്ലാം എന്റേതാണ്. എന്നാൽ എനിക്ക് വേണ്ടത് ഞാൻ വീണ്ടെടുത്ത ജനത്തിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിറഞ്ഞിട്ട് അധരങ്ങളിലൂടെ വരുന്ന നന്ദിയുടെ യാഗങ്ങളാണ് എനിക്ക് വേണ്ടത്. സ്തോത്രയാഗങ്ങളാണ് എനിക്ക് വേണ്ടത്. അത് നീ അർപ്പിച്ചാൽ അതിൽ ഞാൻ മഹത്വപ്പെടുമെന്ന് കർത്താവ് വാക്ക് പറയുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കാതെ ഒന്നും കൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, വെറുതെ അധരത്തിന്റെ ഒരു ശബ്ദ കേൾവി മാത്രമാകരുത്, അത് നമ്മെ തന്നെ അർപ്പിക്കുന്നതിന് തുല്യമായിട്ടായിരിക്കണം ആ സ്തോത്ര ബലികൾ ദൈവത്തിന് കൊടുക്കുന്നത്. ആ സ്തോത്രത്തിൽ ദൈവം പ്രസാദിച്ചിട്ട് ആ യാഗത്തിന് നടുവിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വന്ന് ഒരു ഉത്തരം അരുളുമെന്നൊക്കെ നാം ഇന്ന് പകൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളും ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ട്. ദൈവത്താൽ ഒരു വിടുതൽ ഉണ്ടാകേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് ആ വിടുതൽ സ്വീകരിക്കാൻ ദൈവമക്കളെല്ലാം തയ്യാറാകണം. ഇന്ന് പകൽ ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നതിന് മടി കാണിക്കണോ? നമ്മളോട് ദൈവം കാളയെ ചോദിക്കുന്നില്ല, നമ്മളോട് ദൈവം ഏതെങ്കിലും ആടുമാടുകളെ മറ്റൊന്നിനെ അവൻ ചോദിക്കുന്നില്ല. കർത്താവ് പറയാ, നീ ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. നീ ദൈവമായി പറഞ്ഞിട്ടുള്ള ചില ഉടമ്പടികളൊക്കെ ഇല്ലേ, അതൊക്കെ ദൈവത്തിൽ ഓർത്തൊന്നും കൂടെ ഒന്ന് ആവർത്തിച്ച് പുതുക്കിയെടുത്ത് അത് നീ ദൈവത്തിന് മുമ്പിൽ അർപ്പണം ചെയ്യുക. അങ്ങനെയൊക്കെ നേരുന്നതൊക്കെ നിവർത്തിച്ചാൽ എന്റെ ദൈവം പറയാ, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ പകൽ അങ്ങനെ ഒരു സർക്കിള് പോലൊരു വിടുതൽ ദൈവം നൽകാൻ പോകുന്നതിനാൽ വിശ്വാസത്തോടെ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു. കർത്താവാണ് ഉടമ്പടി പറയുന്നത്, നിന്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ഇന്ന് പകൽ സ്തോത്ര ബലികൾ ദൈവത്തിന് കൊടുക്കുന്നവർക്ക് വിളിക്കാൻ ഒരു റൈറ്റ് ഉണ്ട്. ദൈവത്തിന് ആരാധന കൊടുക്കുന്നവർക്ക് ദൈവത്തോട് കാര്യം പറയാൻ ഒരു അവകാശമുണ്ട്. അത് നീ തന്റെ ഇടത്തോടെ അറിയിച്ചാൽ എന്റെ ദൈവം പറയുക, ആ കഷ്ടതയിൽ ഞാൻ നിന്നെ വിടുവിക്കുക, ആ കഷ്ടതയിൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാം.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലും ആരാധിക്കും ദൈവസഭ. ഒരു കഷ്ടങ്ങളിലും കുടുങ്ങേണ്ടവരല്ല. നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് എല്ലാ കഷ്ടങ്ങളും തന്നെ പുറത്തു കൊണ്ടുവരാൻ, എല്ലാ അസ്വസ്ഥതയും തന്നെ പുറത്തു കൊണ്ടുവരാൻ നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടത് അതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു, കുറെ ഒച്ചവെപ്പും അല്ല ഇത്, കുറെ ശബ്ദകോലാഹലങ്ങൾ കേൾപ്പിക്കലല്ല. ദൈവത്തിന് വേണ്ടത് നമ്മുടെ കുറെ ശബ്ദമല്ലല്ലോ. കാരണം നമ്മളെക്കാൾ എത്രയോ വലിയ ശബ്ദം അവനുണ്ട്. അവന്റെ ശബ്ദം പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെയെന്നും, അവന്റെ ശബ്ദം മഹാപുരുഷാരത്തിന്റെ ഘോഷസ്വരം പോലെയെന്നും, അവന്റെ ശബ്ദം തകർത്ത ഇടിമുഴക്കം പോലെ എന്നൊക്കെ നമ്മൾ തിരുവെഴുത്ത് പറയുമ്പോൾ നമ്മൾ കുറെ ഒച്ച ഉണ്ടാക്കി ഒച്ച കേൾക്കാൻ വരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നമ്മൾ ഈ അധരങ്ങൾ തുറന്ന് പൂർണ്ണ ശക്തിയോട് അവന് സ്തോത്രം ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ ആഴങ്ങളെ കാണുന്ന ദൈവം. ഹല്ലേലൂയ. എന്റെ ഒരു വാക്ക് ഞാൻ അങ്ങനെ ഒരു വാക്കൊന്നെടുത്ത് പറയട്ടെ. നമ്മൾ വചനത്തിൽ ഒരു വാക്കുണ്ട്, അവർ സ്തുതികളുമേൽ വസിക്കുന്ന ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. നീ ആ സ്തുതി ദൈവത്തിന് ഉയർത്തുമ്പോൾ ആ സ്തുതികളുടെ മേൽ വസിക്കാൻ തരുന്ന ദൈവം, ആ സ്തുതികളിലൂടെ എവിടെ നിന്നാണോ ആ സ്തുതി വന്നത്, ആ സ്തുതിച്ചവന്റെ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവം പരിഹാരമിട്ട് തരുന്നവനാണ്. മനസ്സിലാകുന്നെങ്കിൽ ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തോ. ഇന്ന് പകൽ നീ എവിടെ ഇരുന്ന് സ്തുതിച്ചാരാധിച്ചാലോ, നീ എവിടെ ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താലോ, അവിടെ വിടുതലുമായി വരുന്ന മഹാദൈവം. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിക്ക. നീ ദൈവത്തിന് കുറെ സ്തോത്രങ്ങൾ പറ, ലജ്ജ കൂടാതെ പറ. അധരങ്ങൾ തുറക്കുന്നതാണെങ്കിൽ ആ ലജ്ജ കൂടാതെ. ഈ നമ്മുടെയൊക്കെ ആത്മീകം എന്തോ സീസൺ ലെവലിലാന്ന് തോന്നുന്നു. ചിലപ്പോ ഭയങ്കര ഉണർവായിരിക്കും, ചിലപ്പോ ഇതങ്ങ് ഭയങ്കര ശാന്തം. നമ്മൾ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി അല്ല ഈ ആരാധിക്കുന്നതും ആരാധിക്കാതിരിക്കുന്നതും. നമ്മുടെ ഉള്ളിലെ ദൈവ സ്നേഹം നിറയുമ്പോഴാണ് ഈ ആരാധന ഉയരം വരേണ്ടത്. ദൈവത്തോടുള്ള സ്നേഹം, ഒന്നാമത് ഈ സ്നേഹത്തിൽ നിന്ന് വേണം ആരാധന കയറി വരാൻ. സ്തോത്രം. ഞാൻ ഇവിടെ ഒരിക്കൽ പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുള്ളൊരു ദൂത ഓർമ്മയിലേക്ക് അതുപോലെ തന്നെ വരികയും, വേറൊന്നുമല്ല, യേശു കർത്താവിനെ ആ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ ആ കർത്താവ് ഉണ്ടായപ്പോ ഈ വിദ്വാൻമാർ വന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് പൊന്നും മൂരും കുന്തിരുക്കവും അവർ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു എന്ന് നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കുക. ഒരു കുഞ്ഞുണ്ടായെന്ന് കേട്ടാൽ അങ്ങനെ ആരാണ് പോകാറുള്ളത് ദൈവത്തിന്? പക്ഷേ അവരുടെ വെളിപ്പാട് അത് വെറും ഒരു കുഞ്ഞല്ലെന്നൊരു വെളിപ്പാട് അവർക്കുണ്ടായി. അവർക്ക് കിട്ടിയ വെളിപ്പാട് തന്നെ അവൻ രാജാവായി പിറന്നവനാണെന്ന് ഒരു വെളിപ്പാടുണ്ടായപ്പോൾ അവർ കരുതിയ വസ്തുക്കൾക്ക് ഗതിഭേദം വരാനിടയായി. ഒരു കുഞ്ഞിനെ കാണാൻ നമ്മൾ പോയാൽ അവൻ ഒരു ചെറിയ പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ രീതിയൊക്കെ വെച്ച് ഒരു ചെറിയ ഉടുപ്പോ അതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ മേടിച്ചേ പോകാറുള്ളൂ. പക്ഷെ യേശു കുഞ്ഞിനെ കാണാൻ പോയവർ രണ്ട് കീറ്റത്തുണിയായിട്ട് പോയെന്നല്ല പറയുന്നത്, അവർ പൊന്നും മൂരും കുന്തിരുക്കവുമായി പോയി. അതിന്റെ ആത്മീയ അർത്ഥമൊക്കെ നമുക്കറിയാം, അതിന്റെ വ്യാഖ്യാനമൊക്കെ അറിയാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞ വാക്ക് തന്നെ വീണ്ടും പറയുന്നു. ഈ പൊന്നിനും മൂരിനും കുന്തിരുക്കത്തിനും എന്റെ ദൈവം അളവ് അവിടെ വെച്ചിട്ടില്ല. ഇതിന്റെ അർത്ഥം നീ സ്നേഹത്തിൽ പ്രകടിപ്പിക്കുന്നതിന് അളവ് പറയാൻ പറ്റുന്നതല്ല. അത് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളെന്നല്ല, അത് ഇത്രയേ ചെയ്യാവുള്ളെന്നല്ല. സ്നേഹത്തിൽ നിന്ന് ആരാധന ഉയർന്നാൽ അത് വിലപിടിപ്പുള്ളതും അത് അളവില്ലാത്തതും അത് അത്ഭുതമായതുമായി വരും. അത് ദൈവത്തിന് മഹത്വത്തിനായി വരും. ഇന്ന് പകൽ അകം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിറയുന്നവർ ഈ ആലയത്തിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ ആകം നിറഞ്ഞവൻ ആരാധന കൊടുക്കട്ടെ. കരം തട്ടാൻ പറ്റുന്നവർ കരം തട്ട്, അതരം തുറക്ക, ശബ്ദമുയർത്ത. അതൊക്കെ സ്നേഹത്തിന്റെ പ്രകടനമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് തന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഉയരുന്ന സ്തോത്ര ബലികൾ ദൈവത്തിന് ഭയങ്കര ഇഷ്ട. ഈ 69-ാം സങ്കീർത്തനത്തിന്റെ
30-31 വാക്യം അറിയാത്തവരല്ല ഈ സഭ. ഒന്ന് വായിച്ചേ ആ വാക്ക്. 69-ാം സങ്കീർത്തനം 30-31. ആ ആ അതിന്റെ തലേ വാക്യം വായിച്ച് മുമ്പിട്ട വാക്യം. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും. ഞാൻ സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള. എല്ലാവരുടെയും ബൈബിളിൽ ഈ വാക്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതരം പൂട്ടിയിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. ഈ വാക്ക് ദൈവത്തിൻ്റെതാണെന്ന് നിങ്ങൾക്ക് തോന്നല് വരുന്നെങ്കിൽ, ഇത് ഉപദേശിമാരുടെ ഒരു പ്രസംഗ വിഷയമായിട്ട് തോന്നുന്നെങ്കിൽ ആർക്കും സ്തുതിക്കാൻ തോന്നില്ല. പക്ഷെ ഇത് ദൈവത്തിന്റെ അരുളപ്പാടായിട്ടും ദൈവത്തിന്റെ തിരുവഴുത്തിന്റെ ദൂതായിട്ടും അകത്തു കത്തിയാൽ കർത്താവ് പറയുക, ഞാൻ ആ ഭക്തൻ പറയുന്ന വാക്കിത്, ഞാൻ പാട്ടോടെ അവനെ സ്തോത്രം ചെയ്യും. ഞാൻ സ്തോത്രയാഗങ്ങളുമായി അവന്റെ സന്നിധി ചെല്ലും. എന്നിട്ട് ആ വെളിപ്പാട് പറയുക, അത് യഹോവയ്ക്ക് കൊമ്പും കുളമ്പുള്ള മൂരിയേക്കാൾ അത് ദൈവത്തിന് പ്രസാദമായ ാണ്. ഭൂമിയിൽ അന്ന് നടക്കുന്ന എല്ലാ യാഗത്തെക്കാളും ഒരു ഭക്തൻ പാട്ടോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ അതിൽ ദൈവത്തിന് പ്രസാദമാണെങ്കിൽ ആലയത്തിൽ വന്നാൽ നീ എന്തിനാ പാടാതിരിക്കുന്നത്? നീ എന്തിനാ മൂകതയടിച്ചിരിക്കുന്നത്? നീ എന്തിനാ സ്തോത്രം പറയാതിരിക്കുന്നത്? അകത്ത് മാറ്റമുണ്ടെങ്കിൽ, അകത്ത് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ, നിന്റെ അകം നിറഞ്ഞ അത്യുന്നതനവന്റെ മഹത്വത്തിനൊത്ത് സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ ജനമായി മാറി ബലപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതോ ഒരു സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്കല്ലേ, അവനവരെ ഘോഷസ്വരത്തോടും സന്തോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു. അപ്പൊ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ പുറപ്പെടുവിക്കുന്നെങ്കിൽ എങ്ങനെ പുറപ്പെടുവിക്കുള്ളൂ? ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ദൈവത്തിനുള്ളവരെന്നൊരു ബോധം വന്നിട്ട് ഇപ്പൊ നിങ്ങൾ രണ്ട് സ്തോത്രം പറഞ്ഞ് എനിക്ക് തന്നെ ലാഭം കിട്ടാനുണ്ടോ? സ്തോത്രം ഞാൻ സ്തോത്രം പറഞ്ഞാലേ എനിക്കൊരു വിടുതലുണ്ടാവും. നിങ്ങൾ പറയുമ്പോ ആ വിടുതൽ നിങ്ങൾക്കാണ്. മുമ്പേ ഒരു ദൂത് പോലെ കേട്ടില്ലേ? ഒരു ദൂത് പോലെ നീ ഒരു സ്തോത്രം പറയുമ്പോൾ ആ സ്തോത്രത്തിലൂടെ നിന്റെ ഒരു വിടുതലിന്റെ വഴി ഓപ്പൺ ആകുക എന്നറിയണം. ഹല്ലേലൂയ. ഇടിമിന്നലിന് വഴിയുണ്ടെന്ന് ബൈബിള് പറയുന്നെങ്കിൽ നീ സ്തോത്രം പറയുമ്പോൾ നിന്റെ ഒരു അനുഗ്രഹത്തിന്റെ വഴി അതിനകത്തുണ്ടെന്ന് ഇന്ന് പകൽ നീ വിശ്വസിക്കണം. നീ ആ സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ നീ കാണാത്ത വിടുതൽ കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് ശക്തതയുണ്ട്. ദൈവം നിന്നെ പുറപ്പെടുവിക്കുന്നെങ്കിൽ അത് ഘോഷസ്വരത്തോടെ ആയിരിക്കും. നീ കരച്ചിലോടല്ലെന്നേ പുറപ്പെടേണ്ടേ. നീ കരഞ്ഞും നിലവിളിച്ചും അല്ല പുറപ്പെടേണ്ടേ. നീ ഓരോ ദിവസവും ഘോഷസ്വരത്തോടെ വേണം. നീ ഓരോ ദിവസവും ആർപ്പോടെ പുറപ്പെടണം. നമ്മൾ മുമ്പേ ഒരു പാട്ടുപാടിയില്ലേ, പാപത്തിന്റെ ചങ്ങല ദൈവം പൊട്ടിച്ചെറിഞ്ഞു. ഏറ്റവും വലിയ ബന്ധനം അതായിരുന്നു. ആ പാപമാണ് നമ്മളെ കുടുക്കിയിട്ടിരുന്നത്. ആ പാപമാണ് ദൈവത്തോട് നമ്മളെ അടുപ്പിക്കാതിരുന്നത്. ആ പാപത്തിന്റെ കറയാണ് ആ പുണ്യാഗ രക്തം കൊണ്ട് കർത്താവ് പോക്കി തന്നത്. ആ ചങ്ങല പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ ബന്ധനത്തിലിരിക്കണ്ട. നിനക്ക് ആർപ്പോടെ സ്തോത്രം ചെയ്യത്തക്ക പോലെ ദൈവം നിനക്ക് വിടുതൽ തരുന്ന ദൈവമെന്ന് നീ അറിയാം. ഈ യെരമ്യ പ്രവചനത്തില് 33-ാം വാക്യമായിരിക്കും, ഒന്ന് നോക്കിക്കൂ. ഒരു ഇസ്രായേലിന്റെ ഒരു മടങ്ങി വരവോ, അവരെ മടക്കി വരുത്തുമെന്നും മടങ്ങി വരുത്തുമ്പോൾ ദൈവം അവർക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ആ അധ്യായങ്ങളിൽ 32, 33 അധ്യായങ്ങളിൽ പറയുന്നത്. അതിൽ 33-ന്റെ 11-ാം വാക്യം നോക്കിക്കേ. ആനന്ദഘോഷവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗവും ശബ്ദവും കേൾക്കും. അടുത്തത്
ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി. ഹല്ലേലൂയ. അപ്പോ ഈ സ്തോത്രസ്വരം വരണമെങ്കിൽ എന്തുണ്ടാകണം? സ്ഥിതി മാറണം. നിന്റെ ആ പിന്മാറ്റത്തിന്റെ സ്ഥിതി മാറണം. ഇസ്രായേൽ ജനം, യിരെമ്യാവെല്ലാം അവരുടെ പിന്മാറ്റ കാലത്ത് ചൂണ്ടിക്കൊണ്ടാണ് ദൂത് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ അകന്നകന്നു പോകുക. യിരെമ്യാ പ്രവചനം 32 അധ്യായം 33 വാക്യം. അവർ മുഖമല്ല പൂർവമത്രയെങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഞാൻ ഇടപെടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സു വച്ചില്ല. അവര് മനസ്സു വെച്ചില്ല. ഇടപെടാതെ ദൈവം ഉപദേശിക്കുക, ഇതാണ് അവരുടെ രീതി. യെശയ്യാ പ്രവചനവും 1-ാം അധ്യായത്തിലൊക്കെ ഇതിന്റെ വാക്കുണ്ട്. നിങ്ങളെ ഇനി അടിച്ചിട്ടെന്ത്? അടിക്കും തോറും നിങ്ങൾ പുറകോട്ട് പോകുന്നു, നിങ്ങൾ നിരസിക്കുന്നു, നിങ്ങൾ ആലോചനയെ നിരസിക്കുന്നു. ഈ കർത്താവിന്റെ ശാസന നിരസിക്കരുതെന്ന ബൈബിൾ. കർത്താവ് നിന്നെ ശാസിച്ചാൽ നീ ആ ശാസന നിരസിക്കരുത്. അവൻ സ്നേഹിക്കുന്നവരെയാണ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ശാസന നിരസിക്കരുത്. പക്ഷെ ഇസ്രായേൽ ആ ദൈവാലോചന കേൾക്കാൻ തയ്യാറല്ല. നമ്മുടെ ഇടയിലും അങ്ങനത്തെ സ്വഭാവ രീതിയുണ്ട്. നമുക്ക് ആർക്കും ഉപദേശം ഇഷ്ടമല്ല, തിരുത്തൽ ഇഷ്ടമല്ല, ശാസന ഇഷ്ടമല്ല. ശാസിച്ചാൽ വീണ്ടും എതിര് കാണിക്കുക, അധികം പിന്മാറുക. അധികം പിന്മാറിയാൽ അധികം ദൈവകോപം നീ ചാരതിച്ചു വെക്കുക എന്നറിയാം. നമ്മുടെ ഹൃദയ കാഠിന്യം കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്നത്, മാനസാന്തരമില്ലാത്ത ഹൃദയം കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്നത്, ദൈവത്തിന്റെ നീതിയിൽ വരുന്ന ആ കോപം നമ്മളിലേക്ക് വരാനിടയാം. എന്നാൽ ദൈവം ചിലത് അകന്നു പോകുമ്പോൾ നമ്മളോട് ദൂത് കൊണ്ടോ മറ്റുള്ളവരെ ശാസന കൊണ്ടോ പ്രായമുള്ളവരോ അധികാരപ്പെട്ടവരോ നമ്മളെ തിരുത്തുമ്പോൾ നമ്മൾ അതിനോട് എതിര് പറയാതെ വചനത്തുമ്പിൽ വിധേയപ്പെടുമെങ്കിൽ, ആ വചനപ്രകാരം താഴുമെങ്കിൽ നീ ദൈവത്തിന്റെ നന്മ അനുഭവിക്കാനിടയാകും. യെശയ്യാവിലൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള വാക്കല്ലേ, നീ കേട്ടനുസരിച്ചാൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും, മറുത്തു മത്സരിച്ചാലോ നീ വാളിനിരയായി തീരും. ഇത് ദൈവത്തിന്റെ വചനമാ. ഇത് കൃപയുടെ യുഗമായതുകൊണ്ട്, ഇത് കൃപാകാലമായതുകൊണ്ട് പലതിനോടും ദൈവം ദീർഘക്ഷമ കാണിക്കുക. വെട്ടിക്കളയാൻ ദൈവകോപവും ദൈവനീതിയും ബന്ധപ്പെടുമ്പോൾ ഒരുവൻ പക്ഷപാതം നിൽക്കുകയാ. കർത്താവേ, വെട്ടിക്കളയരുത്, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ അവന് കളച്ച് വളമിടട്ടെ, ഞാൻ അവനെ വീണ്ടും പ്രതീക്ഷയോടെ നോക്കട്ടെ, നീ വെട്ടിക്കളയല്ലേ എന്ന് പറഞ്ഞ് സദാപക്ഷപാതം ചെയ്യുന്ന ഒരു യേശു കർത്താവ് പിതാവിന്റെ സന്നി ഉള്ളത് കൊണ്ടാണ് പലതും നഷ്ടപ്പെടാതിരിക്കുന്നത്. എന്നാൽ എന്നും അങ്ങനെ ആകുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അവൻ ചിലപ്പോൾ പ്രബോധനത്തിന് മുദ്രയിടും, അവൻ ചിലപ്പോൾ ഇടപെടലിന് മുദ്രയിട്ട് കളയും. പിന്നെ ആരും നിലവിളിച്ചാലും അവൻ ഉത്തരം തരാതെ കാതടച്ച് കളയും. അതുകൊണ്ടാണ് ഈ ശാസനയൊക്കെ വരുമ്പോൾ ദൈവമക്കൾ തിരുത്തപ്പെടാൻ തയ്യാറാകണം. നമ്മളെയൊക്കെ ചിലരൊക്കെ തിരുത്തുന്നോണ്ടല്ലേ നമ്മൾ ഇത്രയെങ്കിലുമൊക്കെ ആകുന്നത്. തിരുത്തപ്പെടാൻ താല്പര്യമില്ലാത്തത് സാത്താന്യ ആത്മാവാണ്. അണ്ടാരോ ഒരു ദൈവാസന്മാർ പറഞ്ഞ വാക്ക് ഞാനിവിടെ പണ്ടപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീഴ്ച വരുന്നത് മാനുഷികമാണ്, വീഴ്ച വരുന്നത് മാനുഷികമാണ്. എന്നാൽ അത് ഏറ്റുപറയുന്നത് ദൈവികമാണ്. എന്നാൽ അത് ഏറ്റുപറയാതെ മറച്ചു വെക്കുന്നത് പൈശാചികമാണ്. ഏറ്റുപറയാതെ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടാൻ താല്പര്യമില്ലാതെ ദൈവം ഇടപെട്ടിട്ടും കൂടെ നമ്മൾ മുമ്പ് വായിച്ച യിരെമ്യാവിലെ വാക്ക് പോലെ ഞാൻ ഇടവിടാതെ പ്രവാചകന്മാരെ അവിടെ അടുക്കലയച്ചു, ഞാൻ കൂടെ അവരെ ഉപദേശിച്ചു. എന്നിട്ടും അവർ എങ്കിലേക്ക് തിരിഞ്ഞില്ല. അവർ മുഖമല്ല പൂർവമത്ര എന്നെ കാണിച്ചത്. കർത്താവ് പറയുന്ന വാക്ക, ഈ ജനം, ഇസ്രായേൽ ജനം, അവർ മുഖമല്ല പൂർവമത്ര എനിക്ക് കാണിച്ചത്. വിളിച്ചപ്പോൾ തിരിയേണ്ടതായിരുന്നു,
ദൈവശബ്ദത്തിൻപിൽ അവർ വീഴേണ്ടതായിരുന്നു. നമുക്ക് പഴയ നിയമത്തിലെ ഒരു ഭക്തനല്ലേ ദാവീദ്. ദൈവത്തിന് സ്തോത്രം. ആ ദാവീദ് നമ്മൾ മുമ്പേ പറഞ്ഞ പാട്ടും ആരാധനയും കിന്നരു തപ്പും ഒക്കെ ആയിട്ട് നടന്ന് ഒരു ബലഹീന നിമിഷത്തിൽ ഒരു പാപം അവനെ കാർന്നു പിടിക്കാനിടയാ. അവനതിൽ വീണുപോയി. പരസ്യമായിട്ടൊന്നും അവൻ അന്നേരം ഏറ്റു പറഞ്ഞില്ല. അവന്റെ രാജപദവി കൊണ്ട്, അവന്റെ അധികാരം കൊണ്ടൊക്കെ അതിനെ മൂടി മുന്നോട്ട് പോകാൻ അവസരമുണ്ടായി. എന്നാൽ സ്നേഹിക്കുന്ന ദൈവം പ്രവാചകനെ അവന്റെ വീട്ടിൽ വിട്ടിട്ട് ഉപമകൾ കൊണ്ട് അവനോട് ഇടപെട്ടിട്ട് അവന് ബോധം വരുമാറ് ദൈവം ആലോചന കൊടുത്തപ്പോൾ, അത് അവനാണെന്ന് ബോധ്യം വന്നപ്പോൾ അവൻ നെടുമ്പാട് വീണ് കരയാൻ തയ്യാറായി. ഇന്ന് പകൽ വേണ്ടത്, എനിക്കും നിങ്ങൾക്കും വേണ്ടത് അങ്ങനെ ഒരു ഹൃദയമാണ്. പാപമില്ലെന്ന് പറഞ്ഞ് നമ്മൾ നീതിമാന്മാർ ചമയരുത്. തെറ്റുപറ്റാത്ത ഒരു മനുഷ്യനുമില്ലെന്നറിയണം. തെറ്റിനേറ്റക്കുറിച്ച് കണ്ടേക്കാം, പക്ഷെ പാപം തന്നെയല്ലേ. നമ്മൾ പരമാർത്ഥതയോടെ നിൽക്കുമ്പോൾ വേണ്ടാത്തതൊക്കെ നമ്മുടെ ഉള്ളിലിട്ട് നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ, നമ്മളെ സാത്താന്യ ബന്ധനത്തിലാക്കാൻ അവൻ കണികൾ വെക്കും. നമുക്കറിയാം, ഒരു നിയമം ലംഘിച്ചാൽ അതിന് ശിക്ഷയുണ്ടല്ലേ, കാരാഗ്രഹം ഉണ്ടല്ലേ, ജയിലിൽ അടയ്ക്കപ്പെടും. ജാമ്യം കിട്ടുന്നവരൊക്കെ അകത്ത് പോകേണ്ടി വരും അല്ലേ, പിന്നെ കേസായി അതൊക്കെ ഒരു ദണ്ഡനമായി വരും. അതുകൊണ്ടാണ് തെറ്റ് വരാതെ സൂക്ഷിക്കണം, ലംഘനം വരാതെ സൂക്ഷിക്കണം. അവൻ ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും അവൻ കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ ഇതെല്ലാം ശിക്ഷയ്ക്ക് കാരണമാകാനിടയാവും. ചെറിയ പാപവും വലിയ പാപവും ഇത് പാപമെന്നുള്ള ഒറ്റ ലിസ്റ്റിൽ വരുമ്പോ ദൈവത്തിന്റെ മുമ്പിൽ നീ ബന്ധിക്കപ്പെടാൻ കാരണമാകും. നമ്മളിൽ ഒരു തെറ്റാരോപണത്തിന് സാധ്യത ഉണ്ടെങ്കിൽ പിശാച് വിടില്ല. നമുക്കെല്ലാം അറിയാവുന്നൊരു ദൂതല്ലേ, ഏതു ദൂത്? പഴയ നിയമത്തിലാ ആ പുരോഹിതന്റെ വസ്ത്രം മുഷിഞ്ഞപ്പോ സെഖര്യാ പുസ്തകത്തിലേക്ക് അറിയാം, സെഖര്യാവ് ഒരു ദർശനത്തിൽ ഒരു വെളിപ്പാട് പറയുക, യോശുവ എന്ന മഹാപുരോഹിതന്റെ ആ പുരോഹിത വസ്ത്രത്തിന് ഒരു മുഷിച്ചില് പറ്റിയപ്പോൾ അതിനെ ചൊല്ലിയോ അതിനോട് ബന്ധപ്പെട്ടോ എന്തൊക്കെയോ തർക്കം വരുത്താൻ സാത്താനും അവിടെ രംഗപ്രവേശനം ചെയ്ത് നിൽക്കുക. നമ്മുടെ ഒരു കൊച്ചു ബലഹീനത കാണുമ്പോൾ, നമ്മുടെ ഒരു കൊച്ചു വീഴ്ച കാണുമ്പോൾ അവകാശം പറയാൻ സാത്താൻ അരികിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി കൃപ തോന്നി വേഗത്തിൽ വെളിപ്പെട്ട് നമ്മളെ വീണ്ടെടുക്കുന്ന ആ ദൈവസ്നേഹത്തിന് ഇന്ന് പകൽ സഭ ഒന്നിച്ചൊന്ന് സ്തോത്രം ചെയ്യട്ടെ. സ്വത്രം ആരംഭത്തിലൊക്കെ പറഞ്ഞു കേട്ടതുപോലെ നമ്മുടെ അതിക്രമങ്ങൾക്കൊത്തവണ്ണം ശിക്ഷിക്കാതെ, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് കണക്കിടാതെ, നമ്മുടെ പാപത്തിനൊത്തവണ്ണം നമ്മളെ ശിക്ഷിക്കാതെ പുത്രമുഖാന്തരം ഇന്നും നമ്മോട് ദയ കാണിക്കുന്ന ആ പിതാവിന്റെ സ്നേഹത്തിന് അറിയുന്ന ദൈവമക്കളൊന്ന് സ്വത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മളിൽ പാപമില്ലാഞ്ഞിട്ടല്ല, തക്ക സമയത്ത് ആ പുണ്യായ രക്തം കൊണ്ട് നമ്മളെ കഴുകി വെടിപ്പാക്കി നിർമ്മലീകരിച്ചതിനാൽ ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ചില ദൈവദാസന്മാരൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യ സ്തോത്രം. ഈ പത്രോസ് ആ ക്രൂശി യേശുവിനെ തോട്ടത്തിന് പിടിക്കാൻ വരുമ്പോ പടയാളികള് വാളെടുത്ത് വെട്ടി ഒരുവന്റെ കാത് അറുത്തു കളഞ്ഞു അല്ലേ. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിക്കുന്ന അവയം വെച്ച് പിടിപ്പ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്നെ വെച്ച് പിടിപ്പിച്ചാലും അതിന്റെ പാടവിടെ കാണും. എന്നാൽ എന്റെ യേശു അവനെ സൗഖ്യമാക്കിയപ്പോൾ പാടുപോലുമില്ലാതെ സൗഖ്യമാക്കി. അവൻ ഭക്തന്മാര് പറയുന്നത് ഇവൻ പത്രോസിനെതിരെ നാളെ ഒരു കുറ്റാരോപണം ചെയ്യാതിരിക്കാൻ അവന്റെ മുറിവിന്റെ പാട് കാണിച്ചിട്ട് പോലും പത്രോസിന് ശിക്ഷ വരാതിരിക്കാൻ പാടില്ലാതെ യേശു അവനെ സൗഖ്യമാക്കിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇന്ന് പകൽ വിശ്വസിക്കുക, ഇത്രയധികം നമുക്ക് വേണ്ടി കരുതലുള്ളൊരു നല്ല കർത്താവ് പലതും നിനക്ക് വേദന വരുത്താൻ ശത്രു ഉന്നം വെക്കുമ്പോൾ നമുക്ക് വേണ്ടി വേഗത്തിൽ വന്ന് തൊട്ടു സുഖപ്പെടുത്തുന്നത് പോലെ, നമ്മുടെ പരാജയങ്ങളെ എടുത്തു മാറ്റുന്നത് പോലെ ഇന്ന് പകൽ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ആ ദൈവ കരത്തിനായി ഈ പകൽ സഭ സ്വാതന്ത്ര്യം അർപ്പിക്കട്ടെ. ഹല്ലേലൂയ. നീ ഒരു പരിഹാസപാത്രമാകണമെന്ന് പലതും ചിന്തിക്കുമ്പോ എന്റെ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ പരിഹാസത്തിന് വിട്ടുകൊടുക്കും ദൈവം. അവൻ ഇറങ്ങി വരേണ്ടിടത്ത് അതാത് സമയത്ത് വന്ന് കാര്യം തീർക്കുന്ന ദൈവമാണ്.
യേശുവിന്റെ നാമത്തിൽ ആ ഒരു വാക്കിന് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത്, എന്റെ ദൈവം ചില കാര്യം തീർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് പലയിടത്തും നിസ്സഹായരായി നിൽക്കുമ്പോ, ഇപ്പൊ തന്നെ പറഞ്ഞ ദൂതില് യോശുവ എന്ന മഹാപുരോഹിതൻ ആ വസ്ത്രം മുഷിഞ്ഞു നിൽക്കുമ്പോ അത് അവനല്ലല്ലോ മാറ്റിയത്. അവന് പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ ദൈവം അവനെ കൊണ്ട് അത് പരിഹരിപ്പിക്കില്ലേ? പക്ഷെ ആ വിഷയം ആരാ പരിഹരിച്ചത്? ആമേൻ. ദൈവം ദൂതനെ അയച്ച് പരിഹരിക്കുക അല്ലേ? ഇത്രയും പേര് ചുരുക്കം കൂട്ടുവലോട് ഇത്രയും പേരൊന്ന് വിശ്വസിക്കാവോ? നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം ദൈവം ദൂതനെ അയച്ച് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ ദൈവത്തിന് രാമൻ പറഞ്ഞ് നീ ആ ദൂതിലങ്ങ് ധൈര്യപ്പെട്ടോ. ഇന്ന് പകൽ നീ ആക്ഷേപിക്കപ്പെടാൻ, നീ നിന്ദിക്കപ്പെടാൻ, നീ ഒരു പരിഹാസ വിഷയമാകാൻ സാധ്യതയായി നിൽക്കുമ്പോൾ വേഗത്തിൽ വന്ന് രക്ഷിക്കുന്ന ദൈവകരം, ഉയരത്തിൽ വേഗത്തിൽ ഇടപെടുന്ന ദൈവകരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ പരിഹാരത്തിന് വേണ്ടി സ്വർഗം വേഗം ചലിക്കുക. ഒരു പത്രവാർത്തയിൽ എവിടെ കേട്ട ഒരു കാര്യം കൂടെ ഓർമ്മ വരുന്ന പറയാ. സ്വത്രീ എവിടെയോ ഒരു സ്ത്രീക്ക് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോ അവളുടെ വസ്ത്രമെല്ലാം കീറിപ്പോയപ്പോ അടുത്തുനിന്നൊരു മനുഷ്യൻ തന്റെ വസ്ത്രം കൊടുത്ത് അവളുടെ നഗ്നത മറച്ചത് ഇന്ന് കേരളത്തിൽ വലിയ പുകഴ്ത്തുപാട്ടായി നിൽക്കുക. ആ മനുഷ്യനെ ഒത്തിരി പേര് ആദരിക്കുക. ചെറിയ കാര്യം പോലെ തോന്നാം, എങ്കിലും എത്രയോ പേർ അവനെ ആദരിക്കുന്നു. അതങ്ങനെ നിൽക്കട്ടെ. എന്റെ ദൈവം ഇതുപോലെ പരിഹാസ വിഷയമായി നമ്മൾ നഗ്നരായി പരസ്യകോലമായി ആത്മലോകത്തിൽ നമ്മൾ നിന്ദിക്കപ്പെട്ടു നിൽക്കുമ്പോ ശത്രു നമ്മളെ എല്ലാ വിധത്തിലും അപഹസിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുമ്പോ വേഗത്തിൽ വന്ന് അവന്റെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് അവന്റെ ശരീരം നമുക്ക് വേണ്ടി തകർത്ത് നമുക്ക് വേണ്ടി നെയ്തെടുത്ത് ആ രക്ഷാ വസ്ത്രം നമ്മളെ ഉടുപ്പിച്ച് മറച്ചതിന് ദൈവമക്കൾ നന്ദിയുള്ളവരെ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരു ആത്മീയ വസ്ത്രം ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ അക്ഷരീയ വസ്ത്രമൊന്നും സാത്താനും വിഷയമല്ല, ദൈവത്തിനും വിഷയമല്ല. നമ്മൾ ഇട്ടുകൊണ്ട് വരുന്ന ഒരു വസ്ത്രവും നോക്കി കമന്റ് ചെയ്യാൻ ഒരാത്മലോകവും വരില്ല. പക്ഷേ നീ ധരിക്കേണ്ട ചില ആത്മവസ്ത്രമുണ്ട്. അത് ധരിക്കാതെ നീ വന്നാൽ ചിലപ്പോ ചോദ്യം ചെയ്യത്തുണ്ടാകും. സ്തോത്രം, സ്തോത്രം. ആത്മാവിലുള്ള വസ്ത്രത്തെ കുറിച്ച് ബോധം വരുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കരയറ്റുക. നീ ധരിക്കേണ്ട ഒന്നാമത്തെ വസ്ത്രമാണ് രക്ഷാ വസ്ത്രം എന്നുള്ളത്, അഥവാ നീതിയുടെ അങ്കി. നീ അത് ദൈവത്തിന് ധരിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇതെല്ലാം നാം നശിപ്പിച്ചു കളയരുത്. അത് വേറൊരു ദൂതായിട്ട് അങ്ങ് പോകും. ഉത്സവ വസ്ത്രമുണ്ട്. ആ വിടുതലിന്റെ പല പല മേഖലകളിലുള്ള വസ്ത്രത്തെ കുറിച്ച് വചനം ചിലയിടങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പകൽ നമുക്ക് വേണ്ടത് ആത്മ മേഖലയിൽ നീ നഗ്നനാകരുത്. ആത്മ മേഖലയിൽ ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടോ, വീണ്ടും ഓർമ്മ വരുന്നുണ്ട് പറയുന്നു. ഒരാത്മലോകം നിന്നെ കാണുന്നുണ്ടെന്നറിയണം. ഇവിടെ മനുഷ്യരല്ല നമ്മളെ കാണേണ്ടത്, ഒരാത്മലോകം നിന്നെ കാണുന്നുണ്ട്. ആത്മലോകത്തിൽ നിനക്കെന്റെ പ്രാഗൽഭ്യം എന്തെന്നാ ദൈവം നോക്കുന്നത്. പിശാചിന് നിന്റെ മേൽ വിരൽ ചൂണ്ടാൻ ഒരിടയും നീ കൊടുക്കരുത്. നീ ധരിക്കേണ്ട ആത്മവസ്ത്രങ്ങളെ നീ എന്നും ധരിച്ച് അത് കറപുരളാതെ കാത്തോളണം. ശത്രുവിന്റെ ഒന്നാമത്തെ പണി തന്നെ എന്തായിരുന്നു? വസ്ത്രം കളയുക എന്നുള്ളതാ. സ്തോത്രം. ആരംഭത്തിലെ ഭാഗം ഞാൻ പറയാം. ഈ ലൂക്കോസിന് യേശു ഒരു ഉപമ പറഞ്ഞപ്പോൾ ആ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന്റെ കാശ് മാത്രം കൊണ്ടുപോയെന്നല്ലല്ലോ, അവന്റെ വസ്ത്രവും അവര് പറിച്ചുരിഞ്ഞു. ഒരു വസ്ത്രം നഷ്ടപ്പെട്ടാൽ, പെട്ടെന്ന് നമ്മുടെ വസ്ത്രം നഷ്ടപ്പെട്ടാൽ നമ്മൾ ഒളിവിടത്തിലേക്ക് പോകും അല്ലേ? പെട്ടെന്ന് എവിടെയെങ്കിലും മറയാനേ താല്പര്യപ്പെടൂ.
നമ്മുടെ വസ്ത്രം ഉരിയ എന്ന് പറയുന്നത് ഭയങ്കര മാന വിഷയ. ചെറിയ കാര്യമല്ല ഇത്. ഇട്ട ഷർട്ടിനും ഉടുത്ത സാരിക്കൊന്നും വലിയ വിലയില്ലെങ്കിലും ഉള്ളത് ഭയങ്കര മാന്യതയാന്നറിയണം. ഇത് വലിച്ചു പറിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ആകെ അസ്വസ്ഥരാകും. പിശാചിന്റെ ഒന്നാമത്തെ തന്ത്രം നിന്റെ ചലനം നിർത്തണമെങ്കിൽ. നീ ഭയങ്കര പുള്ളിയാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോ നിന്റെ വസ്ത്രം പറിച്ചു കളഞ്ഞാൽ നിന്റെ സകല ഗമയും പോവും. അവിടെ നീ അപമാനപ്പെടും. പിശാചിന് ഇതറിയാം. പിശാച് പറിക്കും നമ്മുടെ ഈ ഷർട്ടും കൈലിയും ഉണ്ടൊന്നുമല്ല, നിന്റെ ആത്മമേഖലയിൽ ദൈവം തന്നിരിക്കുന്ന ആ വിശേഷ വസ്ത്രത്തെ അവൻ തകർത്തു കളയാൻ നോക്കും. ആത്മലോകത്ത് നിന്നെ നിന്നയാക്കി വിരൽ ചൂണ്ടി നിർത്താൻ അവൻ തന്ത്രങ്ങൾ മെനയും. ഇതറിയാവുന്ന എന്റെ ദൈവം തന്നെ ഒന്നാം മനുഷ്യന് അവൻ തന്ത്രത്തിൽ ആ കൃപയുടെ വസ്ത്രത്തെ തകർത്തു കളഞ്ഞപ്പോൾ എന്റെ ദൈവം വന്നിട്ട് ഒന്നാമത് ഉണ്ടാക്കി കൊടുത്തത് അവന് വസ്ത്രം തന്നെയാണ്. വസ്ത്രം തന്നെയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എന്റെ ദൈവത്തിന് നിന്റെ പ്രഥമ ആവശ്യം എന്തെന്നറിയാവുന്ന ദൈവം ഇറങ്ങി വന്ന് ഈ തോട്ടത്തിനകത്ത് ചില വിഷയത്തിന് പരിഹാരം തരുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ദൈവത്തിന് ആരാധന കൊടുത്ത് ആ ദൂതിലൊന്ന് മായപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ സഭ ഒന്നിച്ചൊന്ന് ആത്മാവിലൊന്ന് ബലപ്പെട്ടു പ്രാർത്ഥിക്കുക. അകത്തൊരാത്മഭാരം വരുന്നെങ്കിൽ ദൂത് വെളിപ്പെടുമ്പോൾ നമുക്കൊക്കെ ചില കാര്യം മനസ്സിലായി വരുന്നത്. ഈ പകലും സഭയെ നിന്ദയാക്കാൻ, സഭയെ നഗ്നമാക്കാൻ, സഭയെ പരസ്യകോലമാക്കാൻ, സഭയെ സ്തംഭിപ്പിച്ചു കളയാൻ വാദിച്ചു വരുന്ന ചില പരസ്യകോല വാഴ്ച ശക്തികൾ ആത്മീയ വസ്ത്രത്തെ പഠിച്ചുരി ഉയരുന്നത് പോലെ വരുന്ന ചില അസ്വസ്ഥതകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകലകൾ ശാസിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലതിന് ദൈവം പ്രഥമ പരിഗണന കൊടുത്ത് അവരുടെ സങ്കടമെന്നറിഞ്ഞ് അതുവരെ നെയ്യാത്ത ഒരു ഉടുപ്പ് എന്റെ കർത്താവിന്റെ കയ്യാൽ ഏദൻ തോട്ടത്തിൽ നെയ്തതുപോലെ ഈ സഭായോഗം ഈ 11:45 കഴിയുന്ന സമയത്ത് ആരുടെയോ വിഷയത്തിന്റെ പരിഹാരം ദൈവത്തിന്റെ കരത്താൽ നെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ ധൈര്യത്തോടെ സ്തോത്രം ചെയ്യാം? നിന്റെ അളവിനൊത്ത് നിന്റെ വിടുതലിന് പാകമാകാവുന്ന നിലയിൽ എന്റെ ദൈവം അത് ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കള്ളപ്പിശാച് മാറി നിന്ന് നോക്കുക. നഷ്ടപ്പെട്ട തേജസ്സിന്റെ അങ്കിയ, നഷ്ടപ്പെട്ട തേജസ് അവന്റെ ദൈവം അന്ന് കൊടുത്തില്ല. അന്നത് ധരിക്കാൻ അവർക്ക് പ്രാഗൽഭ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രാഗൽഭ്യം ഉള്ളത്, അവർക്ക് യോഗ്യമായത് എന്റെ ദൈവം ആ തോട്ടത്തിൽ വെച്ച് തന്നെ ഓമൻ നെയ്തുണ്ടാക്കിയതുപോലെ. ഞാൻ പറഞ്ഞ വാക്കൊന്നും കൂടെ ആവർത്തിക്കട്ടെ. ഇവിടെ പരിഹാരമില്ലാത്തവരല്ല ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. എത്ര പ്രയാസമുള്ള കാര്യത്തിന് ദൈവവുമായി ദൈവം ഒന്നു ചേർന്നാൽ ദൈവത്തിന്റെ അടുക്കൽ നിന്റെ ഹൃദയം തുറന്ന് പറഞ്ഞാൽ എല്ലാം പരിഹരിച്ചു വരാൻ എന്റെ ദൈവത്തിന് കഴിയണം. അവൻ കരുണാസമ്പന്നനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്റെ ഉള്ളം ആ ദൂതിൽ ആനന്ദം കൊള്ളുകയാ. എല്ലാത്തിനും നോക്കി ഞാൻ വീണ്ടും ആലോചന പറയുന്നു. നിനക്ക് പരിഹരിക്കാൻ പെടാത്ത വിഷയം നീ തോട്ടത്തില്, നീ ദൈവമാക്കിയ തോട്ടത്തില്, പക്ഷെ ഇന്ന് നീ അസ്വസ്ഥന. എന്താ അസ്വസ്ഥത കാര്യം? പാപം നിന്നിൽ കടന്നു. എന്നിലും നിങ്ങളിലും കടന്ന പാപമാണ് പല അസ്വസ്ഥതയ്ക്കും കാരണം. 119 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. കഷ്ടതയിലാകുന്നതിന് മുമ്പേ. അപ്പൊ കഷ്ടത വരാൻ കാരണം എന്നാ? നീ തെറ്റിപ്പോയതാ വിഷയം. വാക്യം മനസ്സിലായോ? കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. സ്തോത്ര.
നമുക്ക് വേറൊരു വാക്ക് ഇച്ചിരൂടെ കാണപ്പെടാം ആ സങ്കീർത്തനെ. ഞാൻ കഷ്ടതയിലായത് ഗുണമായി, നിന്റെ ന്യായപ്രമാണം പഠിപ്പാൻ അത്. ആ വാക്യം എല്ലാവർക്കും അറിയാം. ഈ വാക്യം അത്ര പരിചയം കാണുകയില്ല. കേട്ടിട്ട് കാണും, എന്നാൽ അത്ര പരിചയം കാണുകയില്ല. ഇന്ന് കേട്ടോ, നീ കഷ്ടതയിലാകുന്നതിന് മുമ്പേ നീ തെറ്റിപ്പോയിട്ടുണ്ട്. എല്ലാ ദൈവമക്കളും നമുക്കൊരു ഭാരമോ, ഭൗതിക വിഷയോ, ശാരീരിക വിഷയോ, മാനസിക വിഷയോ, എന്തൊരു പ്രതിസന്ധി എന്റെ വീടിനോട് ബന്ധപ്പെട്ടോ വ്യക്തിപരമായ കാര്യത്തിലോ വന്നാൽ അപ്പോഴൊന്ന് സ്വയപരിശോധനയ്ക്ക് തിരിക്കണം. എന്തുകൊണ്ട് ഈ കഷ്ടത എനിക്ക് വന്നു? എന്തെങ്കിലും തെറ്റെനിക്ക് വന്നോ? എന്തെങ്കിലും തെറ്റെനിക്ക് വന്നോ? ദൈവം നീതിയുള്ള ന്യായാധിപനാണെന്ന്. ഒരു കഷ്ടത വന്നാൽ നമ്മൾ അപ്പഴേ ഒന്ന് ശോധന ചെയ്യാൻ എല്ലാവരും ഒന്ന് തയ്യാറായിക്കണം. നമ്മൾ ആരും നീതിമാന്മാരായിട്ട് ചമയണ്ട. നമുക്കൊക്കെ തെറ്റുവരാ. അപ്പൊ ദൈവം നമ്മളെ സ്നേഹിക്കുന്നോണ്ടാ ശിക്ഷിക്കുന്നേ. ഒരു ബാലശിക്ഷ തരുന്നെങ്കിൽ അതിന് നീ സ്തോത്രം പറയണം. നമ്മളെ അവൻ സ്നേഹിച്ച് അവൻ നമ്മളെ ബലത്തോടെ പണിതെടുക്കാൻ തയ്യാറാകുക. ഈ നെബൂഖദ്നേസർ എന്നെ മിടുക്കനായിട്ട് നടന്നതാ. ലോകത്തിന്റെ ഒന്നാമത്തെ രാജാവായി അങ്ങ് വാണരുളുക. അങ്ങനെ നടക്കുമ്പോ, ബാബേലിൽ അങ്ങനെ വാണുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അവന്റെ ഉള്ളിൽ ചുമ്മാ ഒരു തോന്നല് വരിക, ഇതെന്റെ കൈയല്ലയോ ഇതെല്ലാം ഉണ്ടാക്കിയത്, ഇതെന്റെ പ്രതാപ മഹത്വത്തിനായി ഇത് ഞാൻ ഉണ്ടാക്കിയത്. ഒരഹങ്കാരം. ആ കേറി വന്നതിന് ശേഷം അവൻ ഒരു ശിക്ഷ ദൈവം കൊടുത്തു, അല്ലേ? അവന്റെ ശരീരം മുഴുവൻ തൂവലുകൾ കൊണ്ട് നിറഞ്ഞു. രോമമായിരുന്ന പിന്നെ സഹിക്കാരും. തൂവലുകൾ കൊണ്ട് നിറഞ്ഞു. നഖം മുഴുവൻ പക്ഷികളുടെ ഒക്കെ നഖം നീളുന്ന പോലെ നഖമൊക്കെ നീളാൻ തുടങ്ങി. സ്തോത്ര. ആകപ്പാടെ തന്നെയല്ല, ആകാരം മാറി. സ്തോത്ര. കുഴിമന്തിയൊക്കെ അന്നുണ്ടോന്ന് അറിയില്ല, രാജാവല്ലേ, അതൊക്കെയാ പുള്ളി കഴിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ ഈ കറുകമ്പുല്ല് തന്നെ കടിച്ചു പറിച്ച് തിന്നുക. സ്തോത്രം. ഒരു വല്ലാത്ത മാറ്റം. ഇവന് പിന്നെ ബുദ്ധി വന്നെന്നാ പറയുന്നത്. ബുദ്ധി വന്നു. ഞാൻ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. അവന്റെ തെറ്റിനെ കുറിച്ച് അവന് ബോധം വന്നു. അവൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ അവന്റെ ആ വിഷയത്തിന് ദൈവം പരിഹാരം കൊടുത്തു. ഇനി അതിൽ നിന്ന് ഇപ്പൊ ഒരു ദൂത് പറയാ, എത്ര അസാധ്യമായ കാര്യവും ദൈവം നിനക്ക് സാധ്യമാക്കി തരാൻ പറ്റും. ഇതൊന്ന് ഓർക്കുമ്പം തന്നെ നമുക്കൊരു പരവശം കയറുകയല്ലേ. ബാബേൽ രാജാവിന് ഇപ്പൊ ഉണ്ടായ ശാരീരിക സ്ഥിതി, ശരീരം മുഴുവൻ പപ്പും പൂടയും നിറഞ്ഞ്, നഖം, കൈകാലുകളെ നഖം മുഴുവൻ ഈ കഴുകന്റെ ഒക്കെ നഖം പോലെ നീണ്ടു. സ്വത്ര. ഈ നഖമൊക്കെ നീളുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അത് ഏതോ സാധനം കേറുന്ന. നീളുന്നുണ്ടെങ്കിൽ മതി, നീളുന്നില്ല കുഴപ്പമൊന്നുമില്ല, പോട്ടെ, അവിടെ നമുക്ക് വിട്ടേക്കാം. അപ്പോ ഈ ഇതൊക്കെ ഇങ്ങനെ നീണ്ട് കാള പുഞ്ഞു തില്ലുന്ന പോലെ ഇവനിപ്പോ ഒരു മാംസാഹാരവും വേണ്ട. സ്തോത്ര. ഇവന് കാട്ടിലെ പശുക്കൾ തിന്നുന്ന പോലെ പുല്ല് തിന്നുക. ഇതെന്നാ സംഭവിച്ചെന്നാ? അതിനു മുമ്പ് ഒരു അഹങ്കാരകത്ത് കയറി. നമുക്ക് ചെറിയ ചെറിയ ശോധന ദൈവം വരുമ്പോൾ അതിനു മുമ്പ് നീ ഒന്ന് ശോധന ചെയ്യണം. എന്താണ് എനിക്കിത് വരാൻ കാര്യം? നമ്മൾ മുമ്പേ വായിച്ച ഈ യിരെമ്യാപ്രവചനം 33 ഒരു 3-ാം വാക്യം എല്ലാവർക്കും കാണാപ്പാടാന്ന് എനിക്ക് തോന്നുന്നത്. രോഗശാന്തിയും ആരോഗ്യവും ഞാൻ എൻ്റെ ജനത്തിന്, രോഗശാന്തിയും ആരോഗ്യവും, ഇത് ദൈവത്തിന്റെ വാക്കാ. ഇത് ഈ വാക്ക് ആരുടെ വാക്കാ? അപ്പൊ ദൈവം ആഗ്രഹിക്കും നമ്മളല്ലേ എങ്ങനെയുള്ളവരാകണമെന്ന്. ഇത് ഈ പറയുന്ന ഞാനും ശരീരത്തിൽ കുറെ ക്ഷീണമൊക്കെ അനുഭവിക്കുന്നവനാ. ഞാൻ എപ്പോഴും ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ടായിരിക്കും, എന്റെ കയ്യിലിരിപ്പാണ്, എന്റെ കുഴപ്പടിയാണ് എന്റെ ബലഹീനതയ്ക്ക് കാരണം. അത് ഞാൻ 100% എപ്പോഴും സമ്മതിക്കുക. നമ്മൾ രോഗിയാകണോ? നല്ല ദൈവത്തിന്റെ പദ്ധതി. നീ സൗഖ്യമായിരിക്കണം. അഥവാ രോഗം പിടിച്ചാൽ നീ ദൈവത്തിന് താണ്, നീ ദൈവത്തോട് കരഞ്ഞാൽ അവിടുന്ന് വിടുതൽ തരാൻ എന്റെ ദൈവ ശക്തനാ. നമ്മുടെ ദൈവ ശക്തൻ തന്നെയാ. സ്തോത്ര സ്തോത്ര. യിരെമ്യാ പ്രവചനത്തിലെ വാക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു ടിവിയില്, നമ്മുടെ പവർ വിഷനില് ഒരു ദൈവദാസന്റെ ഒരു അത്ഭുതങ്ങളുടെ സാക്ഷ്യം പറഞ്ഞപ്പോ, ഒരു സഹോദരിക്ക് വർഷങ്ങളായി
എന്തുവാ ഈ പൈൽസിന്റെ രോഗം. അത് പല ചികിത്സ ചെയ്തു, ഓപ്പറേഷൻ നടത്തി, എന്നിട്ടും അവർക്ക് വിടുതലില്ല. വേദനപ്പെട്ടു അവള് ഹോളിൽ വരും. വന്നിരിക്കാനൊന്നും പറ്റില്ല, കുറച്ചേരം ഇരുന്നിട്ട് എഴുന്നേറ്റ് നിൽക്കും. ആ സഭ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശുശ്രൂഷ മധ്യേ ദൈവദാസൻ, ഞാൻ നിന്നെ ഇതറിഞ്ഞുകൊണ്ടൊന്നുമല്ല, താനൊരു ശുശ്രൂഷ മധ്യേ പുറപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം പറയുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള വാക്ക് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ വേദനപ്പെട്ട് പുറത്ത് നിൽക്കിയ സഹോദരിയപ്പോ അവളിലേക്ക് ആ വചനം ഒരു തീ പോലെ ഇറങ്ങി. അവൾ ആത്മാവിൽ ബലപ്പെട്ടു, അവൾ ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിച്ചു. അവൾ വീട്ടിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ അവളുടെ രോഗം കാണാതെ വന്ന് എന്റെ ദൈവം വിടുതൽ കൊടുത്തുവെന്ന്. എന്റെ ദൈവത്തിന്റെ ക്ഷണം നേരം മതി മക്കള് നമ്മളെ വിടുവിപ്പാൻ. എന്റെ ദൈവത്തിന്റെ വചനം ജീവനാണ്, എന്റെ ദൈവത്തിന്റെ വചനം ശക്തതയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇപ്പൊ പറഞ്ഞ ആ നെബൂഖദ്നേസറിന് വന്ന രോഗം, ആ ശരീരത്തിന്റെ വ്യതിയാനം വലിയ കഷ്ടത നിറഞ്ഞത്. അതൊന്നും ചികിത്സിച്ചു മാറിയെന്നല്ല, ദൈവത്തോട് അവൻ ഏറ്റുപറഞ്ഞ് കരഞ്ഞപ്പോൾ അവനെ ദൈവം എല്ലാറ്റിലും വിടുവിച്ച് അവന് നഷ്ടപ്പെട്ട രാജ പദവിയും തിരികെ കൊടുത്ത് അവന്റെ കൊട്ടാരത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് വാഴത്തക്ക പോലെ എന്റെ ദൈവം കാര്യങ്ങളെ തിരിച്ചെങ്കിൽ ഏറ്റവും താഴേക്ക് പോയ വിഷയം, ഏറ്റവും തകർന്നു പോയ വിഷയം, ഏറ്റവും അപമാനമായ വിഷയം, ആരും എന്നെ രക്ഷിക്കില്ലെന്ന് പറയുന്ന വിഷയം എന്റെ ദൈവത്തിന്റെ കൈ തൊടുമെന്ന് മനം തിരിഞ്ഞാൽ, യഥാസ്ഥാനപ്പെട്ടാൽ, ദൈവത്തിനെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ, ഏറ്റുപറഞ്ഞ് ക്രമീകരിക്കപ്പെട്ടാൽ എന്റെ ദൈവം ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് കഴിയാത്തൊന്നുമില്ലെന്ന്, നമ്മുടെ കർത്താവിന് കഴിയാത്തൊന്നുമില്ല. ഇവിടെ ആദാമിന്റെ തേജസ്സിന്റെ വസ്ത്രം പോയതിന്റെ കാരണം പാപം ചെയ്തു, ദൈവകൃപ നഷ്ടപ്പെടുത്തി. ഉള്ളതിൽ തൃപ്തിയാകാതെ വേറെ ഏതിലൊക്കെ അത്യാഗ്രഹം വന്നു. ദൈവമക്കൾ എപ്പോഴും ഒരു ബാലൻസ് ഹൃദയം എപ്പോഴും ഇടണം കേട്ടോ. ദൈവം തരുന്നതിൽ തൃപ്തിയുള്ളവരാകണം. ദൈവം തരാത്തതിനോടൊരു അത്യാഗ്രഹം നമുക്ക് വരരുത്. ദൈവം അതാത് സമയത്ത് ചിലത് നിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുക. നീ ആ തോട്ടത്തിൽ നിന്നാ മതി, നിനക്ക് വേണ്ടതെല്ലാം തരാൻ എന്റെ ദൈവ ശകവന്. കുറവില്ലാതെ നടത്തിക്കൊണ്ടിരുന്നപ്പോ ഏതോ ചില അത്യാഗ്രഹമൊക്കെ ഹവ്വായിൽ കയറിയിട്ട് അതിന്റെ പരിണത ഫലം പോലെ ആദാമിലേക്കും അത് വ്യാപരിച്ച് അവർ ഒന്നിച്ച് തകർന്നു കിടക്കുക. ഇപ്പോ ഏദനിൽ തന്നെയാണെങ്കിലും ഏതൊക്കെയോ വൃക്ഷത്തിന്റെ മറവിൽ ഈ നമുക്ക് ഈ കൂട്ടായ്മയ്ക്ക് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത എന്നാന്നറിയാവോ? എവിടെയൊക്കെ പ്രാഗൽഭ്യം ഇല്ലാത്തതുകൊണ്ടാ. ഈ കൂട്ടായ്മയ്ക്ക് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും പിന്നെ മറയേണ്ടതില്ല. അകത്ത് എന്നതേലും ഒക്കെ കുശുമ്പുണ്ടെങ്കിൽ കൂട്ടായ്മയ്ക്കൊക്കെ ഇച്ചിരി കുറവ് വരും. ഇവിടെ രണ്ടുപേരും, അപ്പനും അമ്മയും അല്ലെങ്കിൽ ആദാമും ഹവ്വായും രണ്ടുപേരും അസ്വസ്ഥപ്പെട്ടിരിക്കുക. അവരുടെ ആ സങ്കടത്തിന്റെ മേൽ എന്റെ ദൈവം ഇറങ്ങി വന്നിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ദൈവം അങ്ങ് ചോദിച്ചറിഞ്ഞിട്ട് അവരോട് പറയാതെ ദൈവം ഒരു തോലുകൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി. നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ കഥ പോലെ കേൾക്കാതെ നിങ്ങളുടെ വിഷയത്തിന്റെ വിടുതൽ ദൈവം നെയ്തുകൊണ്ട് വരുന്നത്, നിന്റെ പാകത്തിനുള്ള വിടുതൽ. ആർക്കാ ഇതുണ്ടാക്കുന്നേ? തികവുള്ളവനല്ല, തകർന്നു പോയവന് വേണ്ടി, നിൽക്കാൻ ത്രാണിയില്ലാത്തവന് വേണ്ടി, 10 പേരുടെ മുമ്പിൽ നിൽക്കാൻ ശക്തിയില്ലാത്തവന് വേണ്ടി എന്റെ ദൈവം തന്നെ ഇറങ്ങി ആ തോട്ടത്തിൽ ഒരു പരിഹാരമുണ്ടാക്കുക. ഈ സഭയാം തോട്ടത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെയാണ് നിന്റെ വിഷയം കൊണ്ട് നീ വന്നതെങ്കിൽ ഇവിടെ തന്നെ നിനക്ക് വിടുതലും തരാൻ ദൈവ ശകവനം.
ഈ ദൂത് പറഞ്ഞിരിക്കുന്ന ഈ 1 മണിക്കൂറിനകം 2-3 വട്ടം ഓർമ്മയിൽ വന്നൊരു വാക്ക് മൂന്നാമതും വരുന്നത് കൊണ്ട് ഞാൻ ഒന്ന് പറയട്ടെ. അത് പൗലോസിന്റെ ശീലാസന്റെ ആരാധനയുടെ കാര്യമൊക്കെ. ആമേൻ. കാരാഗ്രഹം ഒത്തിരി പ്രാവശ്യം പറയുന്നല്ലെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അതങ്ങ് ഉള്ളി വന്നിട്ടും പറയാതെ പോയി. ഇവിടെ വീണ്ടും ദൈവം ഓർപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അറിയിക്കട്ടെ നമ്മളെ. ദൈവത്തിന് സ്തോത്രം. അവരുടെ വിഷയമായിട്ട് ഇപ്പൊ കിടക്കുന്ന എവിടെയാ? കാരാഗ്രഹത്തിനകത്ത്. ആ കാരാഗ്രഹത്തിനകത്ത് അവർ കിടക്കുമ്പോൾ അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായി. കാരണം അവരുടെ തെറ്റുകൊണ്ടല്ല അവർ ഈ കാരാഗ്രഹത്തിൽ വന്നത്. ദൂതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നവർക്ക് വ്യാഖ്യാനിച്ചെടുക്കണം, അവർക്കുള്ള നിലയിലെടുക്കണം. മുമ്പേ കേട്ട ദൂത് നിന്റെ കഷ്ടത കൊണ്ട് നീ ചിലപ്പോൾ ബന്ധിക്കപ്പെട്ടേക്കാം. ഇവിടെ ഇപ്പൊ ഭക്തന്മാർക്ക് മനസ്സിലായി, ഞങ്ങൾ ഇവിടെ ബന്ധിക്കപ്പെട്ടത് ഞങ്ങളുടെ തെറ്റുകൊണ്ടല്ല, ഞങ്ങൾ പരമാർത്ഥികളാ, ഞങ്ങൾ ദൈവത്തെ അനുസരിച്ചവരാ, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുക. അവർ പ്രാഗൽഭ്യത്തോമല്ലോ ഈ അവിടെ ഇവര് തന്നെയല്ലല്ലോ തടവ് പുള്ളികൾ വേറെയുണ്ട്. തടവ് പുള്ളികൾ ഇവരെ കണ്ടത് എങ്ങനെയായിരിക്കും? ഒരു കുറ്റവാളിയെ പോലെ ആയിരിക്കും അല്ലേ? പലരും ഇപ്പൊ തുറിച്ചു നോക്കുന്ന ഇവരെ എങ്ങനെയാ? ഒരു കുറ്റവാളിയെ പോലെയാ. ഇവർക്കറിയാം പ്രാഗൽഭ്യം, ഇവർക്കറിയാം ഇവർ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ തടവിൽ കിടക്കുന്നവരെല്ലാം കുറ്റക്കാരായതുകൊണ്ട് അവര് പറയുന്നത് ഇവനും എന്തോ ചെയ്തിട്ടുണ്ട്. പൗലോസും ശീലാസും നിർമ്മല ഹൃദയത്തോടെ പറയുക, ഞങ്ങൾ വചനം പ്രസംഗിച്ചു, അവിടെ ഒരു വെളിച്ചപ്പാടത്തോടെ ഭൂതം പുറത്താക്കി, അതൊക്കെ അല്ലാതെ ഞങ്ങൾ ദേശത്താരെയും കവർന്നില്ല, ദേശത്താരും ദോഷം ചെയ്തിട്ടില്ല, ഒരു വീട്ടിൽ അപമാനം വരുത്തിയിട്ടില്ല. പക്ഷെ ഇതൊന്നും തടവ് പുള്ളികൾ കേൾക്കുന്നില്ല. തടവ് പുള്ളികൾ ഇവരെ കുറ്റക്കാരെ പോലെ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാറി നിന്ന് സ്വത്രം പറയാൻ ഭക്തന്മാർ തയ്യാറായപ്പോൾ അവരുടെ പരമാർത്ഥതയിലേക്ക് ദൈവം ആ കാരാഗ്രഹത്തെ വെളിപ്പെട്ടു. ഇനി 2 ദൂതും കൂടെ ചേർക്കാൻ പറ്റുന്ന ചേർക്ക്. ഏതിലാണ് വിഷയം വന്നത്? ആ ഏതിന് ദൈവം വെളിപ്പെട്ടു. ഇവിടെ കാരാഗ്രഹത്തിലാണ് വിഷയം, ആ കാരാഗ്രഹത്തിൽ എന്റെ ദൈവം വെളിപ്പെട്ടു. ഇന്ന് പകൽ ഇതിന്റെ വിഷയം കൊണ്ടാണ് ഈ ആലയത്തിൽ വന്നതെങ്കിൽ ഈ ആലയത്തിൽ വെച്ചതല്ല നിനക്ക് വിടുതല വരാം. എന്റെ ദൈവത്തിന് കഴിയും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കാണുന്നിട്ടില്ലാത്ത ഓരോ വിടുതല വരും. ആ 2 വാക്കൊന്നും കൂടെ പറയുന്നു. ഇതുവരെ നടക്കാത്ത വിടുതൽ. കാരാഗ്രഹത്തിന് മുമ്പ് വിടിവിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ വിടുതൽ മറ്റൊന്നാണ്. ഇവരുടെ കൈകാലുകൾ ആമത്തിലാണ്. സ്തോത്രം. ഇത് അർദ്ധരാത്രിയിലാണ്. ഇവരുടെ കാരാഗ്രഹവാതിൽ തുറന്നിട്ട് ഇവരെ അവിടെ തന്നെ ദൈവം നിർത്തുക. ഹല്ലേലൂയ. പരിഹസിച്ചവർ കാണുക, നിന്നെ വിടുതലോടെ എന്റെ ദൈവം നിർത്തുമെന്ന് ദൈവം തെളിവോടെ ഒരാലോചന പറയട്ടോ. സ്വത്രം സ്വത്രം സ്വത്രം. കാരണമില്ലാതെ നിന്നെ പകയ്ക്കുന്നവർ ഈ ജനങ്ങളെ കണ്ട് ഭ്രമിക്കത്തക്ക പോലെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചില വിടുതലിന്റെ കരം എന്റെ കർത്താവ് വെളിപ്പെടുത്തുമെന്നല്ലേ ഈ ദൂത് കൊണ്ട് നമ്മൾ ഇന്ന് പകൽ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. തടവ് പുള്ളികൾ അനേകരാണ്, അഥവാ അവനെ എതിർത്തവർ അനേകരാണ്. ഇവിടെ ഇപ്പൊ പരസ്പരം ആശ്വസിപ്പിക്കാൻ 2 പേരേ ഉള്ളൂ. അത് മതി കേട്ടോ മക്കളെ. 2 പേരുണ്ടെങ്കിൽ പരസ്പരം ആശ്വസിപ്പിക്കണം. നമുക്ക് പറ്റുന്ന കുഴപ്പം 2 ഉണ്ടെങ്കിൽ അതും തമ്മിൽ പാര വെക്കും. നീ 2 ഉള്ളെങ്കിലും തമ്മിൽ ഐക്യമത്യപ്പെടണം. എതിരികൾ മാറി നിന്ന് അപവാദം പറയുന്നുണ്ട്. ഞാൻ ചുമ്മാ ഒരു ഭാവനയിൽ പോയി കേൾക്കുക കേട്ടോ വാക്ക്. സ്തോത്രം. അവരിരുന്ന് പറയുക, ഓ വലിയ വിശുദ്ധന്മാരാന്നാ പറയുന്നേ, ഇങ്ങനെ ഒരു തെറ്റും ചെയ്തില്ല ഇവിടെ കൊണ്ട് ഇടുവോ? നമുക്കൊക്കെ അറിയാമല്ലേ നമ്മൾ ഇവിടെ വന്ന എങ്ങനെയാ. അതുകൊണ്ട് ഇവന്മാര് പുണ്യാളന്മാരൊന്നുമല്ല, പുണ്യാളം ചമയ്യ. കണ്ടില്ല ഇപ്പൊ അങ്ങ് സ്തോത്രം സ്തോത്രം പറച്ചില് കേട്ടില്ലേ? അയ്യോ സ്തോത്രം, കർത്താവിന്റെ വചനം അങ്ങ് പറയുക എന്നും പറഞ്ഞ് മാറി ഒരു കൂട്ടരുന്ന് പരിഹസിക്കുമ്പോ ഇവരുടെ ഉള്ളം വീണ്ടും വീണ്ടും കത്തി ജ്വലിക്കാനിടയാ. പരിഹാസം പറഞ്ഞു നിന്നെ തളർത്തിക്കളയാൻ ഏതെല്ലാം തടവ് പുള്ളികൾ നോക്കിയാലും ഇന്നു പകൽ കൃപയുടെ വചനത്തിന് സാക്ഷി നിൽക്കുന്ന ഒരു ദൈവകൃപ ഇതിനകത്തുണ്ടെന്ന്
അറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് പ്രസാദമുള്ളത് അർപ്പിച്ച് നമ്മുടെ ഈ അല്പായുസ് ദൈവത്തിന് കൊള്ളാവുന്നതായി തീർക്കാൻ ദൈവാത്മാ നമുക്ക് കൃപ ചെയ്യട്ടെ.